നമ്മൾ നെക്ക് വാമറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ നെക്ക് വാമർ നമുക്ക് നല്ല തണുപ്പത്തല്ല, പിന്നെ മീഡിയം തണുപ്പത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് 2 സെറ്റ് മേടിച്ചിട്ടുണ്ട്. അല്ല, ഇതേപോലെ ഇരിക്കും. അത് നിങ്ങൾക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. മോളെ ഒന്ന് അഴിച്ച് കാണിച്ചേടാ, അത് ഊരിയേ. അല്ല, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷമാണ് അത്. ഫുള്ള് ഊരി ഒന്ന് കാണിച്ചേ. അപ്പോൾ ഈ ഒരു നെക്ക് വാമറും ഉണ്ട്. നല്ല -5 -10 ഇതുകൂടെ ഇട്ട് കാണിച്ചു മോളെ. യെസ്, ഓക്കെ. ബസ് ഇത് -10 -5 ഡിഗ്രിയിൽ നമുക്ക് നല്ല സംരക്ഷണം കിട്ടുന്ന നെക്ക് വാമറാണ്. ഇത്രയേ ഉള്ളൂ. അതിന് ബാക്കിലൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടാഗുണ്ട്. അതിലിറുക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ടൈറ്റായിട്ടിരിക്കുക. അത് നല്ല തണുപ്പത്ത് നമുക്ക് -10 അങ്ങ് ബേസ് ക്യാമ്പിലെത്തുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന നെക്ക് വാമറാണ്. പിന്നെയുള്ള നമ്മുടെ ക്യാപ്പാണ്. ഈ ഇതിനും അതിനും ഇതിന് 499 രൂപയും അതിന് 300 രൂപയും. ഇനിയുള്ളത് ഇത് ആക്ച്വലി എനിക്കൊരു ഓഫറിലാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് തോന്നുന്നു 400 രൂപയെ മറ്റേ എടുത്തിട്ടുള്ളൂ. ഓഫർ കിടന്ന സാധനമാണ്. പിന്നെ അടുത്തത് നമ്മുടെ ക്യാപ്പാണ്. യെസ്, ബസ്. ഇനി ക്യാപ്പാണ്. ഇത് -5 ഡിഗ്രി വരെ നമുക്ക് ചേർത്ത് നിൽക്കും. വൂളൻ ക്യാപ്പാണ്. ഇത് 2 വാങ്ങിയിട്ടുണ്ട്, എനിക്കും മോക്കുമായിട്ട്. ഇതിന് ഏകദേശം 599 രൂപയോ മറ്റുമാണ്. പിന്നെ നമ്മുടെ ഗ്ലൗസ് അത് ടൈറ്റായിരിക്കണം. ഇത് -5 ഡിഗ്രിയൊക്കെ ചേർക്കുന്നതാണ്. -5 ഡിഗ്രി എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനും നമുക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു 600 റുപ്പീസ് അടുപ്പിച്ചായിട്ടുണ്ടെന്ന് 2 ഗ്ലൗസിന്. ഇതിൻ്റെ ഞാൻ ആ റേറ്റ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. സോ അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാമായിരുന്നു. എന്നാലും ഏകദേശം 600 റുപ്പീസ് അടുപ്പിച്ച് ഇതിന് വാല്യുണ്ട്. ഇതാണ് ട്രെക്കിംഗ് പാൻസ്. ട്രെക്കിങ്ങിന് നമ്മൾ ഔട്ടർ ലെയറായിട്ട് ഉപയോഗിക്കുന്ന ട്രെക്കിംഗ് പാൻസാണ് ഇത്. ഇതിപ്പം എൻ്റെ അളവിലാണ്. പക്ഷേ ഇത് സ്റ്റാർട്ടിങ്ങിൽ നമുക്കിത് വേണമെങ്കിൽ ട്രൗസറായിട്ട് ഉപയോഗിക്കാം. കുറച്ച് കറക്റ്റായിട്ട് ഊരിയിട്ട് നമുക്ക് ഇവിടെ സിബ്ബുണ്ട്. സിബ്ബ് വെച്ചിട്ട് നമുക്ക് ശരിക്കും ട്രൗസറായിട്ട് യൂസ് ചെയ്യാം, പാൻസായിട്ട് യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും യൂസിന് കൊള്ളാം. സോ ഇതിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് 2599 രൂപയാണ്. ഞാൻ ഈ ഒരു പാൻറ്റ് മെയിനായിട്ട് ഇതും പിന്നെ ഇന്നേഴ്സും പിന്നെ ഒരു പാൻറ്റ് കൂടെ എടുക്കത്തുള്ളൂ. ഇതൊക്കെ ലൈറ്റ്. ഇത് നമുക്ക് ഇട്ടുകൊണ്ട് പോകാം. ഫ്ലൈറ്റിലൊക്കെ ഇത് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഇത് ഇടുന്നു. മറ്റേ ഇന്നേഴ്സ് അവിടെ ചെന്നിട്ടിടും. പിന്നെ ഒരു പാൻറ്റ് നൈറ്റിലൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ വെയിറ്റ് കുറഞ്ഞ 3 സാധനം മാത്രമേ എടുക്കത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ പാൻസ്, ഔട്ടർ പാൻറ്റിൻ്റെ കാര്യം. ഇത് ട്രെക്കിംഗ് പാൻറ്റാണ്. ഇത് ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഇതുപോലത്തെ 2 പാൻറ്റ് മേടിച്ച് എനിക്കും മോൾക്കും. ഓക്കെ. ഇനി ഞാൻ കാണിക്കുന്ന ഒരു ബാഗാണ്, ഒരു ചെറിയൊരു പൗച്ച്. നമുക്ക് വേണമെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാനും അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഇട്ടുകൊണ്ട് പോകാനും വളരെ ഇത് നേരത്തെ കണ്ടതുപോലെ ഒരു കുഞ്ഞ് വെയിറ്റ് എന്ന് പറയുന്ന സാധനം എനിക്ക് മിനി ബാഗ്. വെയിറ്റ് വളരെ കുഞ്ഞ്, വെയിറ്റ് ഇല്ല ഇതിനെന്ന് പറയാം. അപ്പോൾ ഇതുപോലത്തെ 2 ബാഗ് മേടിച്ച് ഞാൻ ഒന്നും കൂടി മേടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ ഇതിൽ കൊള്ളും. നമുക്കൊരു മിനി ബാഗായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ നടക്കുകയും ചെയ്യാം. മിനി ബാഗ് വളരെ ചെറിയൊരു പൗച്ച്, വളരെ ഈസിയും കംഫർട്ടബിളുമായിട്ട്, വെയിറ്റ് കുറവാണ്. നമുക്ക് സാധനങ്ങൾ വാങ്ങി വയ്ക്കാം, അല്ലെങ്കിൽ എമർജൻസി സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണിത്. ഈ ഒരു ബാഗ് ഇതുപോലത്തെ 2 ബാഗ് കൂടെ മേടിച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം വരുന്ന സാധനം നമുക്കിതിൽ കൊള്ളും. ഇവിടെ സൈഡിൽ ഒരു സിബുണ്ട്. ഈ സിബിൽ നമ്മൾ തിരിച്ച് കത്തം പരിപാടി കഴിഞ്ഞു.
നമുക്ക് വേണമെങ്കിൽ മാത്രം എടുക്കാം. ഉപയോഗം കഴിഞ്ഞാൽ കഴിക്കുന്ന സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കിതിൽ വെക്കാൻ എപ്പോഴും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് അടുത്ത ബാഗ്. ഇതിൻ്റെ റേറ്റ് താരതമ്യേന കുറവാണ്, 117 രൂപയേ ഉള്ളൂ. ഈ ആവശ്യത്തിനല്ലെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. വെറും 117 രൂപയെ ഇതിന്, പക്ഷെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അടുത്തത് നമ്മുടെ ട്രെക്കിംഗ് പോളാണ്. എനിക്ക് മോൾക്കുമായിട്ട് ഞാൻ 4 മേടിച്ചിട്ടുണ്ട്. ഇത് ഓഫറിൽ കിടക്കുമായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ റേറ്റ് 1499 കാണിച്ചേക്കുന്നത്. പക്ഷേ 450 രൂപ എങ്ങാണ്ട് വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്. ഓഫറിൽ കിടന്നതാണ്. നമ്മൾ ട്രെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ട, വളരെ ഇമ്പോർട്ടൻ്റായിട്ട് കരുതേണ്ട 2 സാധനമാണ് ഈ ട്രെക്കിംഗ് പോള്. അത് ബാക്ക് പാക്ക് കിടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ബാഗ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ട്രെക്കിംഗ് പോള് 2 എണ്ണം വേണം. 2 കയ്യിലും കുത്തി നടക്കാൻ. ഇത് വലുതാക്കാൻ പറ്റും. ഊരിപ്പം സിമ്പിളാണ്. ഉണ്ടാവും കിട്ടി ട്രെക്കിംഗ്. അതുപോലെ ഒരെണ്ണം കൂടിയുണ്ട്. എൻ്റെ ട്രെക്കിംഗ് പോൾ നമുക്കിത് അത്യാവശ്യമാണ്. ആരും ട്രെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആരും ഇത് വേണ്ട, യൂസ്ലെസ് ആണ് എന്നും പറഞ്ഞ് വിചാരിക്കരുത്. ഇത് നമുക്ക് നല്ല ബാലൻസ്, മുട്ടിന് വേദന ഇതെല്ലാം ഒഴിവാക്കി നമ്മളെ ഒന്ന് പിടിച്ച് സ്റ്റഡിയായിട്ട് ട്രെക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ട്രെക്കിംഗ് പോള്. അപ്പോൾ ഒരുപാട് ഈ സാധനങ്ങളെല്ലാം ആക്ച്വലി കാഠ്മണ്ഡുവിൽ നിന്ന് നമുക്ക് വാടകയ്ക്ക് എടുക്കാനും റെൻറ്റിനെടുക്കാനും പറ്റും. ഞാനത് നെറ്റിൽ അടിച്ച് നോക്കിയപ്പോൾ റെൻറ്റ് ഏകദേശം 100 രൂപ 150 രൂപയാണ് പെർ ഡേ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു 14 ദിവസത്തേക്ക് ആകുമ്പോഴത്തേക്ക് 12 ദിവസം നമ്മൾ പോകുന്നുണ്ട്. അപ്പം ഏകദേശം നല്ലൊരു എമൗണ്ട് ആവും. ഇത് എനിക്ക് 400 രൂപയ്ക്ക് ഒരെണ്ണം 400 രൂപ, 2 എണ്ണം 800 രൂപ, പിന്നെ മോൾക്ക് 2 എണ്ണം. ഇത്രയും ചെറുതാക്കിക്കൊണ്ട് പോവുകയും ചെയ്യാം. അവിടെ ചെന്ന് നമ്മളെ ബാഗിൽ വെക്കേണ്ട അത്യാവശ്യം വേണ്ട കാര്യം. വേണമെങ്കിൽ നമുക്ക് ഹാങ് ചെയ്തിട്ടുകൊണ്ട് പോവാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് മേടിച്ചാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ലല്ലോ. ഇതേ എമൗണ്ടിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് കൊണ്ട് ഞാൻ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് കൊണ്ടും ഞാൻ സ്വന്തമായിട്ട് ഒരെണ്ണം മേടിച്ചതാണ്. അപ്പം ഞാൻ പോകുമ്പോൾ എൻ്റെ മോളൂടെ എൻ്റെ കൂടെ കാണുമായിരിക്കും. അതുകൊണ്ട് 2 പേർക്ക് കൂടെ ആയിട്ട് ഞാനങ്ങ് മേടിച്ചതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അടുത്തത് ട്രെക്കിംഗ് ബാഗാണ്. വളരെ ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ആദ്യം ട്രെക്കിംഗ് ഷൂസാണ് മേടിച്ചത്. ഞാൻ ആദ്യമേ നിങ്ങളെ കാണിച്ച്. പിന്നെ ഇത് ട്രെക്കിംഗ് ബാഗാണ്. അപ്പോൾ ഈ ട്രെക്കിംഗ് ബാഗെന്ന് പറയുന്ന സാധനം വെരി വെരി ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ സാധാരണ ഒരു ഷോൾഡർ ബാഗോ ബാക്ക് പാക്കോ ഒന്നുമല്ല എടുക്കേണ്ടത്. ട്രെക്കിങ്ങിന് പോകുമ്പോൾ ട്രെക്കിംഗ് ബാഗ് തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. ഞാനൊരു ചെറിയ ബാഗ് എനിക്ക് ഇതിൽ വെക്കാം, കാരണം ഒരുപാട് വെയിറ്റായി എനിക്ക് കയറാൻ പറ്റൂലെന്ന് തോന്നുന്നതുകൊണ്ട് ഒരു ചെറിയ ബാഗാണ് എടുത്തത്. ഇത് 30 ലിറ്ററിൻ്റെ ബാഗും എൻ്റെ മോക്ക് ഒരു വലിയ ബാഗ്. ഇത് ഏകദേശം 50 ലിറ്ററുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ബാഗാണ് ഞാൻ വാങ്ങിയത്. ഈ ബാഗിന് ഏകദേശം 5000 രൂപ റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ബാഗിന് ഓഫറിൽ 3000 രൂപയാണ്, 2999 രൂപയാണ്. ഇത് ഓഫറിന് കിടന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു 999 രൂപയ്ക്കാണ് കിട്ടിയത് ഈ ബാഗ്. അതായത് കളർ ഫെയ്ഡ് ആവുന്നത് കൊണ്ട് അവർ ഓഫറിൽ ഇട്ടതാണ്. ട്രെക്കിംഗ് ബാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളതിൻ്റെ ചെസ്റ്റ്, എത്ര വെയിറ്റുള്ള സാധനം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെസ്റ്റിലും അതുപോലെ തന്നെ ഹിപ്പിലും ഇത് രണ്ടും ഇട്ടാൽ എത്ര വെയിറ്റുള്ള സാധനം വെയിറ്റ് കുറഞ്ഞിരിക്കും. അപ്പോൾ എനിക്കൊരു ചെറിയ ബാഗ് മതിയായിരുന്നു, ഞാനിതെടുത്തു. കാരണം ബാലൻസ് വലിയ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എല്ലാം നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. ഈ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യില്ല. നമ്മുടെ ഹിപ്പിൽ ഇത് ക്യാരി ചെയ്യും. അതുകൊണ്ട് ഞാൻ മോളുടേതും കൂടി കാണിക്കാം. അത് കുറച്ചുകൂടെ വലുതാണ്. ഇത് ചെറിയതാണ്, 30 ലിറ്ററാണ്. മോളുടെ കുറച്ചുകൂടെ വലുതാണ്. പക്ഷേ നമ്മൾ വെയിറ്റായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര വെയിറ്റാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിപ്പോൾ അവളുടെ സൈസിൽ വെച്ചേക്കാണ്. അതുകൊണ്ട് അവളുടെ സൈസാണ്. സോ ഹിപ്പ് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ട്രെക്കിംഗ് ബാഗ് കമ്പൽസറി മേടിച്ചിരിക്കണം.
ഇത് പക്ഷേ നല്ല കുറേ നാൾ, ഒരു 10-12 കൊല്ലം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് യാത്രകൾ ഒരുപാട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ല ഹെൽപ്ഫുള്ളാവും. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം യാത്രകളായതുകൊണ്ട് എനിക്കിത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ എൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നല്ല സ്പോഞ്ചാണ്, നമുക്ക് ബാക്കിൽ സ്ട്രെയിനൊന്നും വരത്തില്ല. ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ കമ്പിയുണ്ട്, അതെ, ബാക്ക് കറക്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിരിക്കും. ഇവിടെയൊന്നും നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. ആരും ചുമക്ക വേണ്ട, നമുക്ക് തന്നെ ചുമന്ന് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഈ ട്രെക്കിംഗ് ബാഗിൽ ഇത്. ഇനി അടുത്തത് നമുക്ക് പോഞ്ച് അല്ലെങ്കിൽ റെയിൻ കോട്ട് എന്ന് പറയും. അപ്പോൾ ഈ റെയിൻ കോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്, അതിലൂടെ എല്ലാം നമുക്ക് പിന്നെ ഇതെന്ന് പറയുന്ന സാധനം വാമോസാണ്. അതായത് നമ്മുടെ കൈക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് വരികയാണെങ്കിൽ നമുക്ക് ഈ വാമോസ് കാലിൻ്റെ അടിയിൽ, അതുപോലെ തന്നെ പാദത്തിനടിയിലും കൈവെള്ളയുടെ അടിയിലും ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചൂട് അനുഭവപ്പെടും. അപ്പോൾ ഒരു വാമോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോഞ്ച് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഇതിൻ്റെ കളറാണ്. സോറി, ഇനിയുള്ളത് പോഞ്ച്. ഇത് മോളുടെ സ്വെറ്ററാണ്, മോൾ വെച്ചേക്കുന്നതിന്, മോളുടെ ബാഗ് ആയതുകൊണ്ട്. ഇതാണ് പോഞ്ചോ എന്ന് പറയുന്നത്. പോഞ്ചോ ആക്ച്വലി ഇതിൻ്റെ വില 1399 രൂപയാണ്. പോഞ്ചോ എന്ന് പറയുന്ന റെയിൻ കോട്ട്. ആക്ച്വലി വെയിറ്റ് കുറവാണിതിന്. അപ്പോൾ നമുക്ക് ഈ റെയിൻ കോട്ട് ഇതും അതുപോലെ തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് തന്നെയാണ് പോക്കറ്റിൽ വയ്ക്കാൻ പറ്റും. പോഞ്ചോ അത്യാവശ്യം വേണ്ടതാണ്. നമ്മുടെ ബാഗും അതുപോലെ തന്നെ ഒട്ടും വെള്ളം വീഴത്തില്ല. ബാഗ് ഫുള്ള് നമുക്ക് വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചെറിയ ബോട്ടായിട്ട് ഒട്ടും വെയിറ്റില്ല. വെയിറ്റ് എന്ന് വെച്ചാൽ സാധനം വളരെ കുറവാണ്, വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. മഴയോ സ്നോഫോളോ ഒക്കെ വരികയാണെങ്കിൽ ഈ പോഞ്ചോ ഇട്ടാൽ നമ്മുടെ സാധനങ്ങളെല്ലാം, ബാഗും പാൻസും ഡ്രസ്സും ഒക്കെ നല്ല നനയാതെ ഇരിക്കും. കാരണം ഈ തണുത്ത ഏരിയയിലൊക്കെ പോകുമ്പോൾ നനഞ്ഞാൽ പിന്നീട് അത് ഭയങ്കര തണുപ്പ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തണുക്കാൻ നോക്കുക. ഇതൊരു ചെറിയ പൗച്ചിലേക്ക് വയ്ക്കും. റെയിൻ കോട്ട് തന്നെയാണ് പോഞ്ചോ. ഇനി അടുത്ത സാധനം ഞാൻ മേടിച്ചത് നമ്മളെ സോക്സുകൾ. പലതരത്തിലെ സോക്സ് ഉണ്ട്. രാത്രിയിൽ ഇടത്തക്ക രീതിയിലുള്ളത്, അതുപോലെ മെറീനോ വൂൾ വെച്ചുണ്ടാക്കിയ സോക്സ്. ഇത് രാത്രിയിൽ നമ്മളിടാൻ, നൈറ്റിൽ നല്ല ഒരു -5 -10 ഒക്കെ റെസിസ്റ്റ് ചെയ്യുന്ന സോക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മെറീനോടെ സോക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് കഴുകാനായിട്ട് ഇട്ടേക്കാണ്. അപ്പം ഈ സോക്സ് ഒരു 4 ജോഡിയാണ്, 6 ജോഡിയാണ് എടുത്തേക്കുന്നത് നൈറ്റിലിടാനുള്ളത്. ഇത് വൂളൻ സോക്സ്, ഇത് നൈറ്റിലിടാനുള്ള. പിന്നെ മെറീനോ സോക്സ് ചെറുതും വലുതുമായിട്ട് 2 എണ്ണം കൂടി എടുത്തിട്ടുണ്ട്. അതായത് ഒരാൾക്ക് 3 സെറ്റ് സോക്സ്. പിന്നെ ഉള്ളത് ഇത് ഹൈഡ്രേഷൻ പൗഡർ. ഇതിന് 299. ഇതിൽ എനിക്ക് തോന്നുന്നു പാക്കറ്റ് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത്, ഇത് ഹൈഡ്രേഷൻ പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നത് നമുക്ക് ഡീഹൈഡ്രേഷൻ പ്രോബ്ലം വരത്തില്ല. ലെമൺ ഫ്ലേവറാണിത്. ഇങ്ങനത്തെ ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് പ്രോട്ടീൻ ബാർസ്, അത് ഞാൻ കാണിച്ചു തരാം. ഇനിയുള്ള പ്രോട്ടീൻ ബാർ കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇത് പോരെന്ന് തോന്നുന്നു. ഞങ്ങൾ 4 പേരുണ്ട്. സോ പലതരം, കൂടുതൽ നട്ട്സിൻ്റെ പ്രോട്ടീൻ ബാറാണ് കൂടുതൽ നല്ലതെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. പക്ഷേ പലതരം പ്രോട്ടീൻ ബാർ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈനോ, എന്തെങ്കിലും ഡീഹൈഡ്രേഷനോ വൈറ്റ്നസ്സോ ഒക്കെ വന്നാൽ ഈനോ, നമ്മൾ ഈ
ഹൈഡ്രേഷനുള്ളതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നോർമലി മെഡിക്കൽ കിറ്റ് മെഡിസിൻസ് പലതരം എടുത്തിട്ടുണ്ട്, ഒരുപാട് ഇത് നമ്മൾ പിന്നെ ടിഷ്യൂ പേപ്പറാണ്, കംപ്രസ്ഡ് ടവലായിട്ട് ഉപയോഗിക്കാം, നനച്ചുപയോഗിക്കാം, മൾട്ടിപർപ്പസാണ്. അതുപോലെ തന്നെ വെറ്റ് ടിഷ്യൂ നമുക്ക് കുളിക്കാൻ ചിലപ്പോൾ 1-2 ദിവസമേ പറ്റുള്ളൂ, ആദ്യത്തെ ദിവസങ്ങളിലേ പറ്റത്തുള്ളൂ, പിന്നീട് കുളി ഒക്കെ തിരിച്ച് വന്നേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ബോഡി ഒന്ന് വൈപ്പ് ചെയ്യാനായിട്ട് വെറ്റ് വൈപ്സ് മേടിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെയാണ്, പക്ഷേ അഡൽസിന് ഉപയോഗിക്കാമല്ലേ. അപ്പോൾ വെറ്റ് വൈപ്സ് മേടിച്ചിട്ടുണ്ട്, മാസ്ക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത് സത്യത്തിൽ തലയിൽ മാത്രമല്ല, നമുക്ക് അഥവാ ഈ കുറേ നടക്കുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മുടെ ഈ ഇടുക്ക് ഭാഗമൊക്കെ പൊട്ടുകയാണെങ്കിലും വെളിച്ചെണ്ണ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഒരു ദിവസം ഇട്ടിട്ട് നമ്മൾ രാവിലെ നോക്കുമ്പോൾ അതെല്ലാം ഹീലായി വരും. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ അതുകൊണ്ടാണ് മേടിച്ചത്. പിന്നെ ഉള്ള പ്രധാനപ്പെട്ട നിങ്ങൾക്ക് അറിയാത്തൊരു സാധനം എന്ന് പറയുന്നത് അക്വാപ്യൂറ. ഇതെന്ന് പറയുന്ന സാധനം നമ്മൾ വെള്ളം അവിടെ നിന്ന് മേടിക്കുന്ന ടാപ്പ് വാട്ടറൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അതത്ര നല്ല കുടിക്കാനായിട്ട് യോഗ്യമായതായിരിക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും പിന്നെ ബാക്ടീരിയയോ എന്തെങ്കിലുമൊക്കെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ശരിക്കും പറഞ്ഞ് കുടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഒരു ടാബ്ലറ്റ് 1 ലിറ്റർ വെള്ളത്തിലിട്ട് അരമണിക്കൂർ കഴിഞ്ഞെടുത്താൽ ആ വെള്ളത്തിൽ കംപ്ലീറ്റ് ബാക്ടീരിയയൊക്കെ നശിപ്പിച്ച് പ്യൂരിഫൈ ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനെ ഒരു പ്യൂരിഫയർ, അതായത് അക്വാപ്യൂറ എന്ന് പറയുന്ന ട്രാവൽ സേഫ് പ്യൂരിഫയർ, ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വരുത്തിയത്. ഇതെടുത്തിട്ടുണ്ട്. പിന്നെ മൂവിന് എന്തെങ്കിലും വേദന, അതുപോലെ മസാജിങ് ക്രീം, പിന്നെ ബാൻഡേഡ്, കോട്ടൺ, ബ്രഷ്, പേസ്റ്റ്, പിന്നെ ഇത് നമുക്ക് സിറം, ഹെയർ സിറം വല്ലപ്പോഴും വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട്, പിന്നെ കുളിക്കാനായിട്ടും കൈ കഴുകാനും എല്ലാം കൂടി ഈ ഒരൊറ്റ സാധനം മേടിച്ചിട്ടുള്ള 4 പേർ കൂടെയാണ്. പേഴ്സിൻ്റെയാണ്, പേഴ്സിൻ്റെ ബോഡി വാഷാണ് മേടിച്ചത്. അപ്പോൾ കുളിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതും എടുക്കാം, കൈ കഴുകാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി മെഡിസിൻസാണ്. മെഡിസിൻസ് എന്ന് പറയുമ്പം ഞാൻ പൾമനോളജി, ഞങ്ങളെ ശ്രീകാന്ത് ഡോക്ടറാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ അടുക്ക ചെന്ന് ജലദോഷം, തുമ്മൽ, പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ്, അലർജി, ഇതിൻ്റെ എല്ലാ മെഡിസിൻസ് മേടിച്ച്, അതുകൂടാതെ ചെറിയൊരു ബോക്സ് വിക്സ് സെക്കൻഡ് എടുത്ത് കാണിച്ചു തരാം. പിന്നെ മുറിവിനുള്ള മെഗാ ഹീല്, പിന്നെ പനി, ചുമ, ജലദോഷം, മൂക്കടപ്പ്, മൂക്കൊലിപ്പ് എല്ലാത്തിനുമുള്ള മരുന്ന് മേടിച്ച്, ഇനി വേദന സംഹാരി എവിടെയെങ്കിലും തട്ടേ മുട്ടേ ചെയ്യണമെങ്കിൽ നമുക്ക് പെയിൻ കില്ലർ ഉണ്ടെങ്കിലും എന്തെങ്കിലും വേദന സഹിക്കാൻ വയ്യാതാണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം പെയിൻ കില്ലർ മേടിച്ചു. പിന്നെ മേടിച്ച സാധനം എന്ന് പറയുന്നത് പല്ലുവേദന, ഹൈ ഓൾട്ടിറ്റ്യൂഡാണ്, എവിടെയെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അത് പല്ലുവേദന, അതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനുള്ള മെഡിസിൻ, അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ്, നമുക്ക് നെഞ്ചിൽ കഫക്കെട്ടം വല്ലതും വരികയാണെങ്കിൽ ചുമയുടെ മരുന്നും, അങ്ങനെ ഒട്ടുമിക്ക മെഡിസിൻസ് ഒട്ടുമിക്ക. പിന്നെ നമുക്ക് ശ്വാസം മുട്ട് വരാതിരിക്കാനുള്ള സ്പ്രേ, പിന്നെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിൻസ് എല്ലാം, ഹൈ ഓൾട്ടിറ്റ്യൂഡിൻ്റെ എല്ലാം, അങ്ങനെ ഒട്ടുമിക്ക മെഡിസിൻസ് ഞാൻ മേടിച്ച്. എന്നിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഏതെങ്കിലും മിസ്സായ, കാരണം നമ്മൾ ഉയരത്തിലാണ് പോകണം, അവിടെ മെഡിക്കൽ ഷോപ്പോ മറ്റ് ഫാർമസിയോ ഒന്നുമേ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എല്ലാം നമ്മൾ കരുതി യൂസ് ചെയ്യുന്നോ ഇല്ലയെന്നുള്ള രണ്ടാമത്തെ കാര്യം നമ്മൾ കരുതി വെക്കുക. ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ചെന്ന് നമ്മൾ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ ബെറ്റർ നേരത്തെ കൂട്ടി. അതുപോലെ സ്പ്രേ ഒക്കെ നമ്മൾ ലങ്സിന് ഉപയോഗിക്കുന്ന, അതായത് ആസ്മയൊന്നും വരാതിരിക്കാനും ശ്വാസം മുട്ടൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള സ്പ്രേ ഒക്കെ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇപ്പോഴും പിന്നെ ഇഞ്ചക്ഷനുണ്ട്, എന്താണ് വാക്സിനുണ്ട്. നമുക്ക് പനി, ശ്വാസം മുട്ടൊന്നും വരാതിരിക്കാൻ വാക്സിനുണ്ട്. അപ്പോൾ ആ വാക്സിൻ നേരത്തെ കൂട്ടി എടുക്കുന്ന, അപ്പോൾ എൻ്റെ സിസ്റ്റർ അത് എടുത്തുകൊണ്ടാണ് വരുന്നത്, ഞാൻ എടുക്കുന്നില്ല. ചിലപ്പം നാളെ വല്ലതും ഞാൻ എടുക്കണോ വേണ്ടതെന്നുള്ളൊരു ആലോചനയിലാണ്. അപ്പോൾ ഇത്രയും മെഡിസിൻസൊക്കെ ഇതാണ് എടുത്തേക്കുന്നത്. ബാക്കി ഞാൻ ഇതിൻ്റെ കൂടൊപ്പം പിന്നെ കുറച്ച് നട്ട്സ്, ബദാം, കാഷ്യൂസ്, പിന്നെ ഡേറ്റ്സ്, അങ്ങനെ കുറച്ച് കപ്പലണ്ടി മിഠായി, ഡേറ്റ്സ്, കാഷ്യൂസ്. അപ്പോൾ ഇത്രയും ഇതൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് തികയുമെന്ന് വിചാരിക്കുന്നു. ഓവറായിട്ട് വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ലുക്ല ഫ്ലൈറ്റിൽ 7 കിലോയെ പറയുന്നുള്ളൂ. അപ്പം എല്ലാവരുടെയും ഇതിൽ ഡിവൈഡ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ക്ലോത്ത്സിനൊന്നും വലിയ വെയിറ്റ് ഇല്ല. ഇനി നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഉണ്ട്, അണ്ടർ ഗാർമെൻറ്റ്സ് വേണം.
എല്ലാം മിതമായ രീതിയിൽ. പിന്നെ 1-2 സാധനമുണ്ട്. ലൈനർ മേടിച്ചിട്ടുണ്ട് നമുക്കപ്പം ഒരുപാട് അണ്ടർ ഗാർമെൻറ്റ്സ് മാറ്റേണ്ടി വരത്തില്ല. ലൈനറുണ്ട്. പിന്നെ ഒരു ടീഷർട്ട്, എൻ്റെ ഒരു ടീഷർട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-2 ടീഷർട്ട് എടുക്കും, ബസ് തീർന്നു. ഇനി എല്ലാം അടുക്കി വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ.